രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ കോടതിയിലേക്ക് പോകാനാണോ തീരുമാനം? എന്താണ് ഉറപ്പായി ഒരു തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് അലിസ്ബർ റിബേലിലേക്ക്? സ്വാഭാവികമായിട്ട് അതാണല്ലോ. പക്ഷേ എന്താ പരാതി എന്ത്? പരാതി സംബന്ധിച്ച് എന്തെങ്കിലും ഈ രാഹുലിന്റെ വ്യക്തത അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, പരാതിയെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാവുന്ന രണ്ടാളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, രണ്ടൊരു ചാനലുടമ. രണ്ടുപേർക്ക് അറിയാവുള്ളൂ. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. നിയമ നടപടി ഞാൻ പറഞ്ഞു. എന്താണ് പരാതി, ആരുടെയാണ് പരാതി? ആളുടെ പേര് പറയണ്ട. പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്? ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പള്ളി കൊടുത്തത്? അതറിയണ്ടേ? അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അത് അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിങ്ങനെ പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരുടെ ഓഫീസിൽ ആയിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും. അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ ഗർഭിണിയാക്കി അത് ഗർഭം നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയിലൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്. പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക്
ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ ബലാത്സംഗം നടക്കുന്നു, എത്രയോ ഗർഭചിത്രം നടക്കുന്നു, എത്രയോ വീഴ്ചകൾ നടക്കുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എൻ്റർടൈൻ ചെയ്യേണ്ട കേസാണോ? അവിടെ പരിചയമുള്ള ആളുകളാണോ? ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞേ. ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല. അതല്ല ഒരു നടപടിക്രമം. അപ്പോൾ അങ്ങനെ അല്ലാതെ നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളിലെല്ലാം അസ്വാഭാവികതയുണ്ട്. ഇതിനു മുമ്പ് അങ്ങനെ ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അസ്വാഭാവികതയുണ്ട്. പൊളിറ്റിക്കൽ ചില ആളുകൾക്ക് അവരുടെ ഈ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഏർപ്പാടാണ്. ശബരിമല വിഷയം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് ഹീനമായ പ്രവൃത്തി ചെയ്യാനും ഈ ഗവൺമെൻറ് തയ്യാറാണ് എന്നാണ് രാഹുലിൻ്റെ അഭിപ്രായം. അത് അടുത്ത സ്റ്റേജ് പറയാം ഞാൻ. എന്നോട് നിങ്ങളിപ്പോൾ ലീഗൽ ഒപ്പീനിയൻ ചോദിക്കണ്ട, അത് അടുത്ത സ്റ്റേജിൽ അത് പറയാം. കേസിലേക്ക് കടന്നാൽ കേസിനെ കേസായി തന്നെ കൈകാര്യം ചെയ്യും. ഇതുവരെ കേസായിട്ടില്ലല്ലോ, 3 മാസമായില്ലേ. എല്ലാ ചാനലുകളും 3 മാസമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആർക്കും ഇതുവരെ കിട്ടില്ല. ഒരാൾക്ക് മാത്രമല്ല എല്ലാം ആദ്യമേ കിട്ടുന്നത്. ഒരാൾക്ക് കിട്ടുന്നതല്ലേ ബാക്കിയുള്ള എല്ലാവരും പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. എന്താ അതാ ചോദിച്ചേ, പുറത്ത് വന്നതിൽ നിന്ന് എന്തുവാ കുറ്റകൃത്യമാണ്? ഞാനിപ്പോൾ 8 മണിക്കത്തെ റിപ്പോർട്ടർ ചാനലിലെ വാർത്ത കണ്ടു. ഏതോ ഒരു കുട്ടിയുടെ ഒരു ശബ്ദം കാണിക്കുന്നു, എനിക്ക് മരിക്കുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. ആരാ ഉത്തരവാദി അതിനകത്ത്? ആര് മറുഭാഗത്ത് ആരാ? ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഉണ്ട്. അതെ, ആ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ട് 3 മാസമായി, എങ്ങും എത്തിയില്ലല്ലോ. എനിക്ക് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അന്വേഷണത്തിൽ ഫെയർനെസ്സിൻ്റെ എലമെൻ്റ് ഇല്ല. അതാണ് രാഹുൽ എന്നോട് സംസാരിച്ചത്. എനിക്ക് ഇതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഇതിനുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചില്ല. ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈ സ്റ്റേജിൽ അത് ചോദിക്കേണ്ട കാര്യമില്ല. ഓഡിയോ ക്ലിപ്പ് അത് തെളിവാണ് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഓഡിയോ ക്ലിപ്പ് ജെനുവിനാണെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചല്ല. ഓഡിയോ ക്ലിപ്പ് ജെനുവിനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ശബ്ദം ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം വേറെ ആളുടെ വഴി കൊടുക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓഡിയോ സന്ദേശം, വാട്സ്ആപ്പ് ചാറ്റ് വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ പുറത്തു വരുന്നു. നേരത്തെ അറിയണം വരുന്നു. ഒരു മൊത്തത്തിലുള്ള നാടകം എന്നുള്ള നിലയ്ക്ക് നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയാണോ സംശയിക്കുന്നത്? ഓൾ ത്രൂ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഈ തുടക്കം മുതൽ കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന നാടകമാണ് എന്ന് തന്നെയാണോ? 3 മാസമായി ഇത് നടക്കുന്നെന്ന് പറയുന്നത് ചില ആളുകൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു സംഭവമാണ്. അവർക്ക് അവൻ്റേതായ ലാഭമുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം കച്ചവടമാണ്. 3 ആളുകൾ, ചില ആളുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം എല്ലാത്തിനും ഒരു
നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നെന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇത് സംഭവിച്ചു അറിയാനില്ലേ? അത് ആങ്സൈറ്റി അല്ലേ? ഒപ്പം ഈ അങ്ങ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത് അസ്വാഭാവികമായ നടപടിയാണ്. അത് തികച്ചും. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് മുഖ്യമന്ത്രിയുടെ ആഫീസ് പോലീസ് സ്റ്റേഷനാണെന്ന് എനിക്കറിയാവുന്ന നിയമമില്ല. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോയെന്ന് പറഞ്ഞു. സാധാരണക്കാർ MLAക്ക് പോയി കാണാൻ പറ്റാത്ത ആളാണ് മുഖ്യമന്ത്രി. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ്. ഒരു MLA വിചാരിച്ചാൽ കാണണമെങ്കിൽ ദിവസങ്ങളോളം കാത്തിരിക്കണം. കോൺസ്പിറസി എന്ന് പറയാനുള്ളത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഗ്രൗണ്ട്സ് ഉണ്ടോ? അത് ഒരു ആ സ്റ്റേജ് ആകുമ്പോൾ പറയാം, വെറുതെ പറഞ്ഞതല്ല. നേരത്തെ ചോദിച്ച് ആവർത്തിക്കണം, മുഖ്യമന്ത്രിക്ക് മുൻപും ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഞാൻ ചോദിച്ച ഈ കേരളത്തിലെ എത്ര സ്ത്രീകൾക്കെതിരെ ബലാത്സംഗ കേസുകളുടെ പരാതി ഉണ്ടായിട്ടുണ്ട്, ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എത്ര സ്ത്രീകൾ ഈ പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിരിക്കുന്നതിൽ എത്ര കേസ്, അതിലെത്ര കേസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു? ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതിലും അപ്പോൾ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്. സ്ത്രീക്കെതിരെയുള്ള അതിക്രമമല്ല എന്ന അങ്ങനെയാണോ? സ്ത്രീക്കെതിരെ അങ്ങനെ ഒരു വിഷയമാണോ? അതോ ഇതും ഒരു പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന? അതിനപ്പുറം ഇതിനകത്ത് എന്തുണ്ടെന്നാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. ആ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ലാതെ വേറെ എന്താ തിരിച്ചുള്ളത് ഇതിനകത്തുള്ളത്? ശബരിമല പ്രശ്നം മറയ്ക്കാണെന്ന് പറഞ്ഞു, പക്ഷെ അതിന് മുൻപേ രാഹുലിനെതിരെ പരാതി, ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വന്നു. ആരോപണങ്ങൾ വന്നു. അന്നാണ് പാർട്ടി അടക്കം രാഹുലിനെ മാറ്റി നിർത്തുകയൊക്കെ ആരോപണം ഉണ്ടായി. അത് ശബരിമലയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരുമല്ലേ? 26-ലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യത്തിനുള്ള അതിനുള്ള പിന്നണി ഗാനമാണിത്. ഇപ്പൊ തൽക്കാലം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പിന്നിൽ നടക്കുന്നതിൻ്റെ പേരിൽ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞുള്ള ഒരു സംരംഭം മാത്രം. ഞാൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇത് എൻ്റെതായിട്ടൊന്നും പറഞ്ഞില്ല ഞാൻ. എനിക്കിപ്പോൾ എൻ്റേതായിട്ട് പറയാനുള്ളത് പിന്നെ നിയമ നടപടിയിലേക്ക് വരുമ്പോഴില്ല, അതപ്പം ഞാൻ പറയാം. അവിടെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും കൂടെയാണ്. എൻ്റെ മറുചോദ്യം ഇതാണ്: ഈ കേരളത്തിൽ നടന്നിട്ടുള്ള സമാനമായിട്ടുള്ള പരാതികൾ അതിലെത്ര എണ്ണം നേരിട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്? അത് വളരെ അതാണ് ക്വിക്കായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അന്വേഷിക്കാൻ പറഞ്ഞാൽ വളരെ വേഗതയിൽ അന്വേഷിക്കാത്ത ഒരു പോലീസുകാരൻ ഈ സംസ്ഥാനത്തുണ്ടോ? ഇല്ലല്ലോ. അതെ, എഫ്ഐആറിൻ്റെ ഉള്ളടക്കം എന്നാന്നറിയട്ടെ. അല്ലാതെ നമുക്ക് കേരളത്തിൽ നിന്ന് കേസ് തയ്യാറാക്കാൻ പറ്റിയല്ലോ. എന്താണ് പരാതി, എവിടെ വെച്ചാണ് ഈ സംഭവിച്ചിരിക്കുന്നത്, ഇവർ പറയുന്ന പരാതി എവിടെ വെച്ചാണ് ഉണ്ടായത്, ഏത് രീതിയിലാണ് ഉണ്ടായെന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് ഈ പരാതിക്കാരിയുടെ പേര് പുറത്തു വന്നില്ലെങ്കിൽ പോലും പരാതിയുടെ സ്വഭാവം എന്തെന്ന് മനസ്സാവുമല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ഇതിനെക്കുറിച്ച് പറയാനാവൂ. ഇത്രയൊക്കെ പോരെ. ഓഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു നിർബന്ധിത ഗർഭചിത്രത്തിന് രാഹുൽ ഫോഴ്സ് ചെയ്തു എന്നാണ്. അതൊരു ക്രൈം അല്ലേ? അതൊരു വൺ വേ സിംഗിൾ ട്രാക്ക് സാധനമല്ലേ? ഒരു സൈഡിൽ നിന്ന് മാത്രം വന്നിരിക്കുന്നതല്ലേ? ഇപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൽ കേട്ട ശബ്ദം അനുസരിച്ച് നിലമ്പൂർ ബൈ ഇലക്ഷൻ്റെ കാലഘട്ടത്തിലാണ്. എത്ര മാസം കഴിഞ്ഞു? എത്ര മാസം കഴിഞ്ഞു? നമുക്ക് ഇവരൊക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞ കാലപ്പഴക്കം കൊണ്ട് ഗർഭചിത്രം അല്ലാതാകുന്നല്ല ഞാനീ പറഞ്ഞേ. എന്തുകൊണ്ട് നാളിത്ര പരാതിയും പരിഭവമായി ആരും വന്നില്ല? അപ്പോൾ ഒരു പരാതി ഉണ്ടാക്കാൻ എന്ത് ചെലവ് വന്നു?
മുൻപും പലപ്പോഴും ഈ വനിതകൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ അവരെ പരാതി അപ്പൊ കൊടുക്കാതെ പിന്നീട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും. അല്ല, വനിതയ്ക്ക് നേരെ അക്രമമല്ല ഇത്, അതിക്രമമല്ല. നിങ്ങൾ ഈ പറയുന്ന അബോർഷനാണോ നിങ്ങൾ പറയുന്നത്? അതാണല്ലോ നിങ്ങൾ പറഞ്ഞേ. ഈ പറഞ്ഞ ഈ ടി വി കേട്ടതനുസരിച്ചാണ്. അങ്ങനെയാണെന്ന് അതിക്രമം നടന്നത് വളരെ മുമ്പല്ലേ? അബോർഷൻ മുമ്പായിരിക്കുമല്ലോ. എന്താ പറഞ്ഞത്, ഇതുവരെ ഇല്ലാത്ത പരാതി ഇപ്പൊ വരുന്നതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. താല്പര്യമേ ഉള്ളൂ, താല്പര്യമേ ഉള്ളൂ. അത് പൊളിറ്റിക്കലാണോ? അബ്സല്യൂട്ട്ലി പൊളിറ്റിക്കലാണ്. 101% പൊളിറ്റിക്കലാണ്. കോടതിയെ സമീപിക്കാനാണ് ഏതെങ്കിലും കോടതിയെ സമീപിക്കും. പിന്നെ മൊഴിയെടുക്കുകയാണ്. പിന്നെ രാത്രി തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതാ പറഞ്ഞേ, ഈ നിങ്ങൾ എടുക്കുന്ന മൊഴി എന്താണ് അവർ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെങ്കിൽ ഞാൻ എന്താണ് അടുത്ത നടപടി എന്നുള്ള ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾ ഈ വന്നിരിക്കുന്ന അല്ലെ ഒരു ചാനലിൻ്റെ ആളിനെങ്കിലും അറിയാമായിരിക്കുമല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പരാതിയുടെ ഒരു കോപ്പി തരാൻ. പക്ഷെ പുള്ളി ബുദ്ധിപരമായിട്ട് ഒഴിവായി. നമ്മളൊക്കെ ഈ നാട്ടിലല്ലേ ഇപ്പം സുഹൃത്ത് ജീവിക്കുന്നത്. പരാതി കൊടുക്കാൻ വൈകിയത് കൊണ്ടൊന്നും അല്ല ഇനി പറയണേ. പരാതിയുടെ ടൈമിങ്ങിനെ കുറിച്ചാണ് എൻ്റെ പരാതി. മാനസികമായി വളരെ തളർന്നിരിക്കുകയായിരുന്നു. അവർ ഓക്കെ സമയത്ത് പരാതി കൊടുത്തു. അങ്ങനെ അതിനെടുത്ത ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വളരെ കൂടിപ്പോയി. ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പരാതി അങ്ങനെയാണോ? ഇലക്ഷൻ മുമ്പിൽ കണ്ടിട്ടുമല്ല, ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരാതി. ശബരിമല വിവാദവുമായിട്ട് വന്നിരിക്കുന്ന ഗവൺമെൻറ്റിനും പാർട്ടിക്കും വന്നിരിക്കുന്ന നഷ്ടപ്പെട്ട മുഖം, അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിനായി മെനഞ്ഞെടുത്ത ഒരിതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇപ്പോൾ പറയേണ്ടത്, അതിന് സാധിക്കുമെന്നോ സാധിക്കില്ലെന്നോ ഞാൻ പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് കിടക്കണ്ടേ. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ കോടതിയിലേക്ക് പോകും. എഫ്ഐആർ രജിസ്റ്ററും അതിൻ്റെ ഉള്ളടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കും. അത് ഹൈക്കോടതിയിലായിരിക്കുമോ ജില്ലാ കോടതിയിലായിരിക്കുമോ വേറെ, അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട വിഷയമാണ്. രാത്രി എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കും.